ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മുൻ മന്ത്രി ആന്റണി രാജു. കെ.എസ്.ആർ.ടി.സിക്ക് 50 കോടി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത് 100 കോടിയാക്കി. വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ സാധിച്ചതെന്നും ഇപ്പോഴുള്ളത് താൽക്കാലിക മുക്തിശാന്തിയാണെന്നും ആന്റണി രാജു പറഞ്ഞു. ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് കോവിഡിന്റെ പിടിയിൽ അമർന്ന് 1.5 വർഷക്കാലം സർവീസുകളില്ലാതെ, കളക്ഷൻ ഇല്ലാതെ, വരുമാനമില്ലാതെ ശമ്പളം കൊടുത്തു എന്നുള്ള ചെറിയ കാര്യമല്ല. അന്ന് തുടങ്ങി വെച്ച പദ്ധതികളുടെ വരുമാനമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അന്ന് ഞങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 50 കോടിയിൽ നിർത്തിയിരുന്നു. ഇപ്പൊ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 100 കോടിയായി ഉയർത്തി. ഞാനിരുന്നപ്പോ 5-ാം തീയതി ആദ്യത്തെ 5-ാം തീയതിയും പിന്നെ രണ്ടാമത് 15-ാം തീയതി 20-ാം തീയതി 2-ാം ഗഡുവും കൊടുത്തിരുന്നു. പിന്നെ കുറെ കാലം ചെയ്തത് ആദ്യം 5-ാം തീയതി ശമ്പളം കൊടുക്കാതെ അതും കൂടെ കൂട്ടിവെച്ച് 20-ാം തീയതി ഒരുമിച്ച് കൊടുത്താൽ എന്താ വ്യത്യാസം? ഏതാ പ്രയോജനകരം ജീവനക്കാർക്ക്? കാലക്രമേണ നമ്മളൊരു ദീർഘവീക്ഷണത്തോടുകൂടി സാമ്പത്തിക ഭാരം കുറച്ചു കൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത്. അല്ല താൽക്കാലികമായിട്ടുള്ള മുട്ടുശാന്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് KSRTCയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഞാൻ പോയിരുന്നു.